എല്ലായിടത്തും സ്ഥാനാർത്ഥികളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടിങ്ങിനായി രേഖപ്പെടുത്താനായി ഇറങ്ങുകയാണ്. വി അരുണുണ്ട്. അരുൺ, 6:45-ന് സ്വരാജ് ഇറങ്ങും. എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എം സ്വരാജ്, ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് അല്പസമയത്തിനകം ബൂത്തിലേക്ക് പോകാൻ, അദ്ദേഹം 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനുശേഷം മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകൾ സന്ദർശിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ അല്പസമയത്തിനകം ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാ ദിവസവും അദ്ദേഹം ഇവിടെ, നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് എം സ്വരാജ് സ്ഥാനാർത്ഥി വന്ന ശേഷം എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം ഒരു 7 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണാറുണ്ട്. അതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യം, അതിനുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും അദ്ദേഹം കുറച്ചു നേരത്തെ 7 മണിയെങ്കിൽ 6:45 ഇറങ്ങുകയാണ് ബൂത്തുകളിലേക്ക് പോകാൻ. ഇടത് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ കൂടി, പാർട്ടി വോട്ടുകൾക്ക്, മുന്നണി വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിപരമായ വോട്ടുകൾ കൂടി സ്ഥാനാർത്ഥിക്കൊരു ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ ഒരു വ്യക്തിപ്രഭാവം എം സ്വരാജ് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം വോട്ടെടുപ്പ് ദിവസം പുറത്തേക്ക് വരികയാണ്, വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപക്ഷെ ഈ വോട്ട് ചെയ്ത ശേഷം മാത്രമേ പ്രതികരണം ഉണ്ടാകൂ എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകില്ല. എം സ്വരാജ് വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഇന്നത്തെ ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ ദിവസം. ഇടതുമുന്നണിക്ക് തുടർഭരണം ഉറപ്പിക്കുന്ന ഇടതുമുന്നണിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അസാധാരണമായ ഒരു ആത്മവിശ്വാസം നൽകും. പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, ഇതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കുക, ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയം എന്നൊരു ലക്ഷ്യമാണ് ഇടതുമുന്നണിക്ക് ഉള്ളത്. അത്രയൊന്നും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലത്തിൽ, വിജയം ഉറപ്പില്ലാത്ത ഒരു മണ്ഡലത്തിൽ മികച്ച, ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ ഏറ്റവും ശക്തനായ, ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയുടെ മികവിലൂടെ തന്നെ ഒരു വലിയ വിഭാഗം വോട്ട് കിട്ടുമെന്നവർ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള ശ്രമമാണ് ഇവിടെ പൊതുവിൽ ഉണ്ടായത്. അതേതായാലും ഫലവത്താകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് ചെയ്യാനായി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അദ്ദേഹം അല്പസമയത്തിന് വീടിനടുത്തുള്ള ബൂത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട്. അവിടേക്ക് അദ്ദേഹം എത്തിച്ചേരും. വലിയ തയ്യാറെടുപ്പുകൾ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയിരുന്നു. രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ ഒരു ഭരണമുന്നണിക്ക് പ്രതികൂലമായി മാറേണ്ടതാണ്. കാരണം 9 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരാണുള്ളത്. 9 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. അത് മറികടന്നുള്ള വിജയമാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. അതിനുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു നിലമ്പൂരിൽ എന്നാണ് CPM-ന്റെ ഇടതുമുന്നണിയുടെയും വിലയിരുത്തൽ. ഏതായാലും അതെങ്ങനെയാകുമെന്ന് 23-ാം തീയതി വ്യക്തമാകും. വിജയത്തിനാവശ്യമായ എല്ലാ നടപടികളും, എല്ലാ ശ്രമങ്ങളും, എല്ലാ പ്രയത്നങ്ങളും മുന്നണി കേന്ദ്രങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രധാന അടിസ്ഥാനം. മറ്റൊന്ന്, ഈ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ പൊതുവിൽ ലഭിച്ച സ്വീകാര്യതയാണ്. എം സ്വരാജ് പോത്തുകൽ സ്വദേശിയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ട പോത്തുകൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ഇവിടെ നിന്നാണ്. അദ്ദേഹം CPM-ന്റെ സംഘടനാ സംവിധാനത്തിലേക്ക്, സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തിയത് ഇവിടെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടാണ്. അവിടെ നിന്നാണ് അദ്ദേഹം വീണ്ടും SFIയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പോകുന്നത്. അവിടെ